അപ്പോൾ ഈ കാര്യങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ അഡിനോയിഡുള്ള കുട്ടികൾക്ക് വീട്ടിൽ ചെയ്തു കൊടുക്കുക. പലപ്പോഴും അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കത്തോടൊപ്പം തന്നെ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ടോൺസിലൈറ്റിസ്. അഡിനോയിഡ്സിന് സർജറി അല്ലാതെ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അലർജി ഉള്ള ആളുകൾക്ക് ഏറ്റവും പേടിയുള്ളൊരു സീസണാണല്ലേ ഇത്, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ഒക്കെ. അത് കുട്ടികളിലും കൂടെ ആണെങ്കിൽ പറയണ്ട അല്ലേ. അലർജി എന്ന് പറയുമ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെയുള്ള തുമ്മല്, മൂക്ക് ചൊറിച്ചിൽ, കണ്ണ് ചൊറിച്ചിൽ, തൊണ്ട ചൊറിച്ചിലൊക്കെ ആകാം. കുട്ടികളിൽ ഇതിനെക്കാട്ടിലും കൂടുതലായിട്ട് വിഷമുണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ്, അലർജി കൊണ്ട് തന്നെ ഉണ്ടാകുന്ന കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് അഡിനോയിഡ് വീക്കങ്ങൾ അല്ലെങ്കിൽ ദശവളർച്ച എന്നൊക്കെ പലപ്പോഴും പറയപ്പെടാറില്ല അഡിനോയിഡ് ഗ്രന്ഥിയുടെ ഇൻഫെക്ഷൻസ്. അഡിനോയിഡ് ഗ്രന്ഥി എന്ന് പറയുമ്പം നമ്മുടെ ഈ മൂക്കിൻ്റെ അങ്ങേറ്റത്ത് തൊണ്ടയുടെ മുകൾ ഭാഗത്തായിട്ടുള്ള ആ ഒരു സ്ഥലത്തുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ കയലയൊക്കെ പോലത്തെ ഒരു ടിഷ്യൂസാണ് അഡിനോയിഡ്. ഇത് നോർമലി നമുക്ക് എല്ലാ ആളുകൾക്കും നമ്മുടെ ബോഡിയിലുള്ള ഒരു അവയവമാണ്. നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവം കൂടിയാണ് അഡിനോയിഡ്. ഈ അഡിനോയിഡിന് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വന്ന് അതിന് വീക്കം വരും. അതിനെയാണ് അഡിനോയിഡ് ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ അഡിനോയിഡൈറ്റിസ്, അഡിനോയിഡ് രോഗം, ദശവളർച്ച എന്നൊക്കെ പറയുന്നത്. ഈ നാസോഫാരിങ്സ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു മൂക്കും മണ്ണാക്കും കൂടിച്ചേരുന്ന ഒരു സ്ഥലം, ആ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് നാസോഫാരിങ്സ്. ആ ഏരിയയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവിടെ ഈ ഗ്രന്ഥി വളരുന്ന സമയത്ത്, വീക്കം വരുന്ന സമയത്ത് ഒബ്സ്ട്രക്ഷൻ വരും, അതായത് തടസ്സം വരും. അപ്പോൾ കുട്ടിക്ക് പ്രോപ്പറായിട്ട് ശ്വാസം വലിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും, ആഹാരം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും, കുട്ടിയുടെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ പ്രശ്നം വരും. മാത്രമല്ല ആ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഓപ്പണിങ്സ് ആയിട്ടുള്ള വായ, മൂക്ക്, ചെവി, ഈ 3 ഭാഗത്തേക്കും ഇതിൻ്റെ രോഗലക്ഷണങ്ങളും ഉണ്ടാവും. അഡിനോയിഡ് വീക്കം ഗ്രേഡ് 1, 2, 3, 4 4 സ്റ്റേജിലായിട്ടാണ് പറയാറുള്ളത്. 4th സ്റ്റേജ് അല്ലെങ്കിൽ 3rd സ്റ്റേജ് ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ, അതായത് ഒരു 70%, 80% ഒക്കെ ഒബ്സ്ട്രക്ഷൻ വരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ സിംറ്റംസ് നല്ല രീതിക്ക് കുട്ടികൾ കാണിക്കാറുണ്ട്. ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് കണ്ടുവരുന്ന സിംറ്റം നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഒബ്സ്ട്രക്ഷനാണ്, അടപ്പ് വരുവാണ്. അപ്പോൾ മൂക്കുകൊണ്ടായിരിക്കും ഈ കുട്ടികൾ സംസാരിക്കുക. അവരുടെ ഒച്ച എപ്പോഴും അടഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. രാത്രി കാലങ്ങളിൽ കിടക്കുന്ന സമയത്ത് ഇവർക്ക് ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ വായ തുറന്നു വെച്ച് ഉറങ്ങും. സ്വാഭാവികമായിട്ടും കൂർക്കം വലി ഉണ്ടാവും. നല്ലോണം വലുതായിട്ടുണ്ട് ഗ്രന്ഥിയെങ്കിൽ ഇവർക്ക് ഉറക്കത്തിൽ ശ്വാസം കിട്ടാതെ കുട്ടി എഴുന്നേക്കും. എപ്പോഴെപ്പോഴും ഈ ശ്വാസത്തിന് ബുദ്ധിമുട്ടായിട്ട് കുട്ടികൾക്ക് ഒരു ക്ഷീണവും അലസതയും, എന്താ പറയുക, ഒന്നിനൊരു ഉന്മേഷമില്ലാത്ത, ഒരു ജീവനില്ലാത്ത കുട്ടികളായിട്ട് ഇവർ മാറും. അല്ലെങ്കിൽ ഇവർ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ട് മാറും. അതായത് ഒരു സ്ഥലത്ത് ഇവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല, ഒന്നിൽ ഇവർക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, പഠനത്തിൽ പിന്നെ ഒക്കെ പോവും, ഭയങ്കര എന്താ പറയുക വികൃതി കുട്ടികളായിട്ട് ഇവർ മാറും. ഇനി ഇത് നമ്മൾ ഒരുപാട് നാൾ ട്രീറ്റ് ചെയ്യാണ്ട് നിൽക്കുവാണെങ്കിൽ അഡിനോയിഡ് ഫേഷീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവസ്ഥയുണ്ടാകും. കുട്ടികളുടെ മുഖത്ത് കണ്ടാൽ നമുക്കറിയാം അഡിനോയിഡുള്ള കുട്ടിയാണെന്ന്. പല കുട്ടികളും ക്ലിനിക്കിലേക്ക് കയറി വരുമ്പോൾ ആ കുട്ടികളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം അവരുടെ പല്ല് പൊന്തിയിട്ടുണ്ടാകും, ഫേസ് കുറച്ച് നീളം വെച്ചിട്ടുണ്ടാകും, അവരുടെ അണ്ണാക്കിൻ്റെ ആ ഭാഗമൊക്കെ കുറച്ച് വൈഡായിട്ടുണ്ടാകും. ഈ നേസോലേബിയൽ ഫോൾഡ്, അവർ ചിരിക്കുമ്പോൾ ഒന്നും ഈ ഫോൾഡ് ഒന്നും കിട്ടില്ല. അവരുടെ മുഖത്തിൻ്റെ ആ ഒരു ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും. ഈ കുട്ടികൾക്ക് വിശപ്പില്ലായ്മയുടെ പ്രോബ്ലം ഉണ്ടാവും, ആഹാരം കഴിക്കാൻ മടിയായിരിക്കും, എന്ത് കൊടുത്തു കഴിഞ്ഞാലും. അതുപോലെ ഇവർ ഭയങ്കരമായിട്ട് ഈ അച്ചാർ ഉപ്പിലിട്ടതുപോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ടേസ്റ്റ് വരുന്ന ആഹാരങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടും. ഇതിൻ്റെ കാര്യം എന്താണെന്നറിയോ, ഇവർക്ക് മൂക്കടപ്പുള്ളതുകൊണ്ട് ഇവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. നമുക്കറിയാലേ, നമുക്കൊരു ജലദോഷം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ആഹാരത്തിന് നമുക്ക് ടേസ്റ്റ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇവർക്ക് സ്ഥിരമായിട്ട് ഈ ജലദോഷം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം ഇവർക്ക് ഒരു ആഹാരത്തിനും ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയും പഞ്ചൻ്റ് ആയിട്ടുള്ള, ഇത്രയും കുത്തുന്ന ടേസ്റ്റുള്ള എന്തെങ്കിലും കിട്ടിയാലേ അവർക്ക് ആ ഒരു ടേസ്റ്റ് മാത്രമേ ഇവർക്ക് അറിയാനായിട്ട് പറ്റുന്നുള്ളൂ. പാവമാണ് ശരിക്കും അവർ. അപ്പോൾ അതുകൊണ്ടാണ് ഇവരിത് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് കൊതി കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് കഴിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നത്. ഇതിലൊരു വിഷമുള്ള പാട്ട് എന്താണെന്നറിയാം, ശരിക്കും ഈ കുട്ടികൾക്ക് നമ്മൾ പുളിയുള്ള ആഹാരങ്ങൾ കൊടുക്കും തോറും അല്ലെങ്കിൽ അവരത് കഴിക്കും തോറും അഡിനോയിഡ്സിൻ്റെ പ്രോബ്ലം കൂടുകയും ചെയ്യും. ട്രീറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ചെവി കൂടെ പഴുപ്പ് വരും, ചെവി കേൾവിക്കുറവ് വരും, ചെവി വേദന ഉണ്ടാകാം. ഇതൊക്കെ അഡിനോയിഡ്സിൻ്റെ ഭാഗമായിട്ടുള്ള സിംറ്റംസ് ആയിട്ട് വരാറുണ്ട്. തുടക്കത്തിൽ പലപ്പോഴും അലർജി പോലെയാണ് ഇവരുടെ സിംറ്റംസ് കാണിക്കട്ടോ. വളരെ ചെറിയ കുട്ടികൾ, ഒരു 6 മാസമൊക്കെ ആവുന്ന പ്രായം തൊട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ കുഞ്ഞിന് പനി വരുന്നുണ്ടെങ്കിൽ, ജലദോഷം വരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഫാമിലി ഹിസ്റ്ററി, അതായത് അച്ഛൻ, അമ്മ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഇവർക്ക് ആർക്കെങ്കിലുമൊക്കെ അലർജിയുടെ ഹിസ്റ്ററിയും കൂടി ഉണ്ടെങ്കിൽ അഡിനോയിഡ്സ് ഉണ്ടാവാനുള്ള സാധ്യത കുട്ടിക്ക് വളരെ കൂടുതലാണ്. പേടിക്കൊന്നും വേണ്ട. തുടക്കം മുതലേ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ
ഹോമിയോപ്പതിക് മെഡിസിൻസ് കൊടുത്തു തുടങ്ങിയാൽ മതി. ചെറിയ പ്രായത്തിൽ റെക്കറൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് അലർജി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ജലദോഷ പ്രശ്നങ്ങൾ, പനിയൊക്കെ വരുന്നുണ്ടെങ്കിൽ തുടക്കത്തിലെ ഹോമിയോപ്പതിക് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാം. കുഞ്ഞുങ്ങൾക്ക് ഈ അഡിനോയിഡ്സിലേക്ക് പോകാതിരിക്കാൻ തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹോമിയോപ്പതിക് മെഡിസിൻസിന് പറ്റും. ഇനി ചില പേരൻസ് ഉണ്ട്, ഡോക്ടറെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ടെൻഷൻ കാരണം പനി വരുമ്പോഴത്തേക്കും തന്നെ ആൻറ്റിബയോട്ടിക്സ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്നൊക്കെ ഗ്രാൻഡ് പാരൻസും ചുറ്റിലുള്ളവരൊക്കെ അയ്യോ കുഞ്ഞാണ് വെച്ചോണ്ടിരിക്കല്ലേ, ഹോമിയോ മരുന്നൊന്നും കൊടുത്ത് വെയിറ്റ് ചെയ്യല്ലേ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഫോഴ്സ് ചെയ്തത് കാരണം ഞങ്ങളുടെ കുട്ടിക്ക് ഇപ്പം 4 വയസ്സായിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾ അലോപ്പതിക് മെഡിസിൻസ് മാത്രമേ കൊടുത്തുള്ളൂ, ഡോക്ടറെ ആൻറ്റിബയോട്ടിക്സ് മാത്രമേ കൊടുത്തുള്ളൂ. വർഷങ്ങളായിട്ട് ഞങ്ങൾ നേസൽ സ്പ്രേ യൂസ് ചെയ്യുന്ന ആളുകളായിരുന്നു. ഇനി ഹോമിയോപ്പതിക് മെഡിസിൻസ് കൊടുത്തിട്ട് കാര്യമുണ്ടോ, ഇത് പിടിക്കോ, ഇത് പിടിക്കാൻ സമയം എടുക്കുമോ എന്നൊക്കെ വേവലാതിപ്പെടുന്ന പേരൻസും ഉണ്ടാവാറുണ്ട്. അവരോടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഹോമിയോപ്പതിക് മെഡിസിൻസ് യൂസ് ചെയ്ത് തുടങ്ങാം. അതിന് യാതൊരു ഇന്ന പ്രായത്തിൽ കൊടുത്താൽ മാത്രമേ ഹോമിയോപ്പതിക് മെഡിസിൻസ് ആക്ട് ചെയ്യുള്ളൂ. ഒരുപാട് നാൾ അലോപ്പതിക് മെഡിസിൻസ് എടുത്ത ഒരാൾക്ക് ഹോമിയോപ്പതിക് മെഡിസിൻസ് ഒരിക്കലും വർക്കാവില്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ കുട്ടിയുടെ അഡിനോയിഡിൻ്റെ സ്റ്റേജ് ഈവൻ 4th സ്റ്റേജ് അല്ലെങ്കിൽ 90% ഒബ്സ്ട്രക്ഷൻ ഉള്ള കേസ് പോലും ഹോമിയോപ്പതിക് മെഡിസിൻസ് കൊടുത്ത് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റാറുണ്ട്. 6 വയസ്സ് 7 വയസ്സൊക്കെ ആയിട്ടും കുട്ടി രാത്രി ഉറക്കത്തിൽ മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലുള്ള റീസണും അഡിനോയിഡ് ആവാൻ ചാൻസ് ഉണ്ട്. അഡിനോയിഡ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സിംറ്റമാണ് കുട്ടികൾ അറിയാണ്ട് രാത്രി ബെഡ് വെറ്റിംഗ് ഉണ്ടാവുക എന്നുള്ളത് കേട്ടോ. ഇതിൽ നമ്മൾ വീട്ടിൽ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡിനോയിഡ് ട്രീറ്റ്മെൻറ്റിൽ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മൾ എന്ത് തന്നെ മെഡിസിൻസ് കൊടുത്താലും അഡിനോയിഡ്സ് മാറില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഈ ഒരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് രാത്രിയൊക്കെ കുട്ടികൾ ഉറങ്ങാണ്ട് ശ്വാസം മുട്ടിയൊക്കെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രയാസമാണല്ലേ. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. നമ്പർ 1, പാലും പാലിൻ്റെ പ്രോഡക്ട്സും കുട്ടിയുടെ ഭക്ഷണത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പാല് ഡയറക്റ്റായിട്ട് നിങ്ങൾ കുടിക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. തൈര്, മോര്, പിന്നെ അതുപോലെ തന്നെ ചീസ്, ബട്ടർ, പനീർ, നെയ്യ് പോലത്തെ സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കുട്ടിയുടെ ഡയറ്റിൽ നിന്ന് കട്ട് ചെയ്യാം. ഇവരുടെ അസുഖങ്ങളൊക്കെ മാറട്ടെ, നമുക്ക് കൊടുക്കാമല്ലോ. നമ്പർ 2, പുളിയുള്ള ആഹാരങ്ങളാണ്. പ്രത്യേകിച്ച് ഉപ്പിലിട്ടത്, അച്ചാർ, തൈര്, മോര്, ഇത്തരം സാധനങ്ങളും കംപ്ലീറ്റ് ആയിട്ട് കുട്ടിയുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കാം. നമ്പർ 3, ശ്വാസം മുട്ടൊക്കെ പോലത്തെ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ കിടക്കുന്ന സമയത്ത് അവരുടെ തലയുടെ ഭാഗം 1 or 2 പില്ലോ വെച്ചിട്ട്, അതായത് തലയണ യൂസ് ചെയ്തിട്ട് പൊക്കി കിടത്തുക. അപ്പോൾ അവർക്ക് ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒബ്സ്ട്രക്ഷൻ വരുന്നതുകൊണ്ട്, അതായത് തടസ്സം വരുന്നതുകൊണ്ടാണ് ഈ ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ അവരുടെ തലയുടെ ഭാഗം നമ്മൾ പൊക്കി വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഒബ്സ്ട്രക്ഷൻ വരാതിരിക്കുകയും അവർ സ്മൂത്തായിട്ട് ഉറങ്ങാനായിട്ട് അവർക്ക് അതൊരു ഹെൽപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ അഡിനോയിഡുള്ള കുട്ടികൾക്ക് വീട്ടിൽ ചെയ്തു കൊടുക്കുക. പലപ്പോഴും അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കത്തോടൊപ്പം തന്നെ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ടോൺസിലൈറ്റിസ്. ടോൺസിൽസ്, തൊണ്ടയിലുള്ള ടോൺസിൽസിന് വീക്കം വരിക എന്നുള്ളത്. ഇത് രണ്ടിനും ഒരേപോലെ ഒരുമിച്ച് ഇൻഫെക്ഷൻസ് വരുന്ന കുട്ടികൾ ഉണ്ടാകാറുണ്ട്. ഈ 2 അവയവങ്ങളും നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിലെ വളരെ 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 പ്രധാനപ്പെട്ട അവയവങ്ങളാണ്. പലപ്പോഴും ഈ ഒരു പ്രോബ്ലംസ് വരുമ്പം, അഡിനോയിഡ്സ് വരുന്ന സമയത്ത് സർജറിയാണ് ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് പല ആളുകളും സെലക്ട് ചെയ്യാറുള്ളത്. സർജറി എന്ന് പറയുമ്പം അഡിനോയിഡ്സിനെ മാത്രം കട്ട് ചെയ്യല്ല പലപ്പോഴും ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഈ ടോൺസിൽസ് കൂടി റിമൂവ് ചെയ്യും. അപ്പോൾ അഡിനോ ടോൺസിലെക്ടമി എന്നൊരു സർജറി ആയിരിക്കും ചെയ്യുക. ഈ 2 അവയവങ്ങളും ഞാൻ പറഞ്ഞു രോഗപ്രതിരോധ സംവിധാനത്തിലെ വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളാണ്. അപ്പോൾ ഇത് 2ഉം കൂടി ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടി വീണ്ടും വീക്കാവാൻ പോവാണ്. നിങ്ങളുടെ കുട്ടിക്ക് വീണ്ടും വീണ്ടും അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അഡിനോയിഡ്സിൻ്റെ സർജറി കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു പക്ഷേ ഈ ഒരു ശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറച്ച് നാളത്തേക്ക് സുഖം കിട്ടിയേക്കാം. പക്ഷേ എന്നാലും വീണ്ടും 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 അലർജിയുടെ പ്രശ്നങ്ങൾ മാറാതെ സ്ഥിരമായിട്ട് തുമ്മൽ, ചുമ, ഇങ്ങനെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കാണാറുണ്ട്. അതുകൊണ്ട് സർജറിക്ക് നിങ്ങൾ ഒരുങ്ങുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു 4 മാസമെങ്കിലും തുടർച്ചയായിട്ട് ഹോമിയോപ്പതിക് മെഡിസിൻസ് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് അഡിനോയിഡ്സ് ഉള്ള ആളുകൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടത്. സർജറി അല്ലാതെ ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഉടനെ ഡോക്ടേഴ്സിനെ മാറി മാറി കാണിക്കാതെ ഏതെങ്കിലും ഒരു ഡോക്ടറിനെ സ്ഥിരമായിട്ട് അടുപ്പിച്ച് കുറച്ചധികം നാൾ, ലൈക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 4 മാസമെങ്കിലും തുടർച്ചയായിട്ട് മെഡിസിൻസ് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. മെഡിസിന് കൂടെ
ഡോക്ടർ നിങ്ങൾക്ക് തരുന്ന മറ്റ് നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് പാലിക്കുക. നന്നായിട്ട് മൂക്കടപ്പുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് ആവി പിടിപ്പിക്കുന്നതും ഈ കുട്ടികൾക്ക് നല്ലതാണ്. അതുപോലെ നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള കൃഷ്ണതുളസി ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു 4 ലീവ്സ് 4 ഇല കഴുകിയിട്ട് കുട്ടികൾക്ക് വെറുതെ കഴിക്കാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്നതും കുട്ടികളുടെ രോഗപ്രതിരോധ സംവിധാനമൊക്കെ ഒന്ന് ബെറ്റർ ആകാനൊക്കെ ഇത്തരം കേസസിൽ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കുട്ടികളുടെ അലർജി ഉള്ള ആളുകളെ നിങ്ങൾക്ക് അറിയെങ്കിൽ നിർബന്ധമായിട്ട് ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസുമായിട്ട് ഇനിയും വരും. ഡോക്ടർ മുഫ്സിലയാണ്, ഒലി ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം ജില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുവരേക്കും ഡോക്ടർ കപ്പിൾ എന്ന് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.